ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 110 പോയിന്റും S&P 8 പോയിന്റും നസ്ഡാക്ക് 104 പോയിന്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 28 പോയിന്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബെയറിഷ് ക്യാൻഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് കൊടുത്തെങ്കിലും പിന്നെ നേരെ മാർക്കറ്റ് താഴോട്ട് പോയി. ഇന്നലത്തെ എൻ്റെ വ്യൂവും മാർക്കറ്റ് താഴോട്ട് പോകുമെന്നായിരുന്നു. മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം റിവേഴ്സ് ട്രെൻഡാണുള്ളത്. ഏകദേശം ഇനിയിപ്പോൾ താഴെ ഗ്യാപ്പില്ല, അടുത്തൊന്നും ഗ്യാപ്പില്ല, ഗ്യാപ്പെല്ലാം ഫില്ലായിട്ടുണ്ട്. പക്ഷേ 5 മിനിറ്റിൻ്റെ ചാർട്ടിലൊക്കെ ഉള്ള ഗ്യാപ്പേ ഉള്ളൂ. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഗ്യാപ്പില്ല. എങ്കിലും ഇന്ന് NSEയുടെ എല്ലാ ഇൻഡെക്സുകളുടെയും മന്ത്ലി എക്സ്പയറി ആണിന്ന്. മാർക്കറ്റ് ചിലപ്പം ഒരു വോളറ്റൈലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ടും മുകളിലോട്ടും ചിലപ്പോൾ രണ്ട് സൈഡിലോട്ടും മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് കൃത്യമായിട്ടൊരു വ്യൂ ഇല്ല. ചിലപ്പോൾ രണ്ട് സൈഡിലൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാലും താഴെ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈന് നോക്കുക. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ട്രെൻഡ് ലൈന് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്ന ട്രെൻഡ് ലൈനാണ്. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ അടുത്തൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ തന്നെ ചിലപ്പോൾ സപ്പോർട്ട് കിട്ടാനും സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ നമ്മുടെ ഏകദേശം 19-ാം തീയതി വന്നിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ ഒരു ബോട്ടം 25,880 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടും. ഈ ഒരു ഏരിയയിൽ നിന്ന് 25,881 സപ്പോർട്ട് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സോണ് 15 മിനിറ്റിൻ്റെ ഒരു ബേസ് ക്യാൻഡിലുണ്ട്. ഈ ഒരു സോണായിട്ട് തന്നെ ഞാൻ വരയ്ക്കുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഒരു സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്കൊരു ബെൻഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലോ ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് വലിയൊരു ബെയറിഷിലോട്ട് പോയിട്ട് 25,700 720 ലെവലൊക്കെ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോർമേഷൻ മൊത്തത്തിൽ മാറും. മാർക്കറ്റ് ഒരു ഷോർട്ട് ടൈം പോലും 15 മിനിറ്റിൻ്റെ നമുക്ക് ചെറിയൊരു അപ്പ് ട്രെൻഡ് ഉണ്ടായിരുന്നു, അതും ഡൗൺ ട്രെൻഡിലോട്ട് പോകും. പക്ഷേ ഇവിടെ നിന്ന് മിക്കവാറും ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സോണ് വരുന്നതെന്ന് പറയുന്നത് 25,806 25,829 ഈ ഒരു സോണ് വരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്നെങ്കിലും, കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ ഗ്യാപ്പ് പഠിച്ചിട്ടുണ്ട്, ഇതൊരു പ്രോ ഗ്യാപ്പാണ്. ഈ ഒരു ബേസ് ക്യാൻഡിൽ 15 മിനിറ്റിലുള്ള ഈ ഒരു ബേസ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു ഗ്യാപ്പിൽ എവിടെ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. താഴോട്ട് 25,881 ഇന്ന് എക്സ്പയറി ആണ്. മാർക്കറ്റ് വലിയ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം കയറത്തുള്ളൂ, ശ്രദ്ധിക്കുക. $25,881 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോൺ വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഫുൾ ടാർഗറ്റിന് വേണ്ടിയിട്ടിരിക്കില്ല, കാരണം ഈ ഒരു ഗ്യാപ്പിൽ എവിടെ വേണമെങ്കിലും ഒരു റിവേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നവർ സ്കാൽപ്പ് ചെയ്ത് എടുക്കുക. ഒരു 10-15 പോയിന്റ് മാത്രം ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. കാരണം ഇവിടെ എവിടെ വേണമെങ്കിലും ഇതൊരു പ്രോ ഗ്യാപ്പാണ്.
ഇവിടെ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. 15 മിനിറ്റിൽ കൃത്യമായിട്ട് താഴോട്ട് എൻട്രി കിട്ടുകയും ഈ ഒരു സോണിൽ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ ഒരു സൈഡ് വൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മുകളിലോട്ട് എൻട്രി എടുക്കാം. ഇവിടെ നിന്ന് ഒരു 90% ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് 25,970 ഈ ഒരു റേഞ്ച് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ആ ഒരു ഹൈ വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 15 മിനിറ്റ് നോക്കുക. ഈ ഒരു റേഞ്ച് 25,972 ഈ ഒരു ഇവിടെ നിന്ന് 15 മിനിറ്റിൽ മാർക്കറ്റ് മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗണിലുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി 25,972 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,054 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ഇവിടെ ചിലപ്പം ഒരു റിജക്ഷൻ ഇതുവരെ പോയാലും ഒരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു ഹൈ ഒക്കെയാണ്. ഈ ഒരു ഹൈയിലൊരു റെസിസ്റ്റൻസ് മിക്കവാറും ഉണ്ടാകും. 26,054 മുകളിലൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 പോയിൻ്റെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനിടയ്ക്ക് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയക്കകത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉച്ച കഴിഞ്ഞിട്ട് എവിടെയാണോ കൺസോളിഡേറ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. കൺസോളിഡേറ്റ് ചെയ്യുന്ന ഏരിയയ്ക്ക് ഉള്ളിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. കൃത്യമായിട്ട് ആ കൺസോളിഡേഷൻ്റെ ഏരിയ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡ് നോക്കുക. നമുക്ക് 5 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 5 മിനിറ്റിൽ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് ഏകദേശം 26,080 26,065 എന്നാണ് രാവിലെ തന്നെ ഒരു റിജക്ഷൻ കിട്ടിയിട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ലെവലിലോട്ട് ടാർഗറ്റ് വന്നു. പിന്നെ രണ്ടാമത് ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് അവിടെ ഏകദേശം ഒരു 2 മണിക്കൂറോളം കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. 25,915 932 ലെവല്. ഇന്ന് CPR വരുന്നത് ചെറിയൊരു വൈഡ് CPR ആണ്. 25,965 തൊട്ട് 26,014 വരയ്ക്കും ഏകദേശം 50 പോയിൻ്റ് അടുപ്പിച്ച് CPR വരുന്നുണ്ട്. മാർക്കറ്റ് 25,879 മുകളിൽ 25,873 25,891 മുകളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടിന് മുകളിൽ 25,873 മുകളിലാണ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 50-60 പോയിൻ്റെങ്കിലും മുകളിലോട്ട് CPR വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. ഇമ്മീഡിയറ്റ് തന്നെ മാർക്കറ്റ് ഇതിന് മുകളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് CPRലോട്ട് പോകാൻ സാധ്യതയുണ്ട്. മുകളിലുള്ള 2 ലെവൽസ് അടുത്തടുത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ 2 ലെവൽസും 26,014 25,997 26,45 26,59. മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയാലും ഇവിടെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. ഈ ഏരിയയിൽ എവിടെയെങ്കിലും സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. അതുകൊണ്ടാണ് അടുത്തടുത്ത് 2 സോൺ വരച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഇവിടെ നിന്ന് നോക്കുക. ഇവിടെ നിന്ന് റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് CPRലൊരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു 100 പോയിൻ്റോളം താഴോട്ട് 25,873 25,891 വരയ്ക്കും മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,873 25,891 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,789 25,808 നോക്കാം. അപ്പം ഇത്രയൊക്കെയുള്ള ലെവൽസ്. എപ്പോഴെങ്കിലും
26,045, 26,59 മുകളിലോട്ട് മാർക്കറ്റ് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു ഷോർട്ട് കവറിങ് നടക്കാൻ സാധ്യതയുണ്ട്. 26,045, 26,059 ഈ ഒരു സോൺ ഇത്രയും ബ്രേക്കൗട്ട് കിട്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 26,160, 26,178 വരയ്ക്കും മാർക്കറ്റ് കയറി പോവും മിക്കവാറും. ഇവിടെ നിന്നൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്നൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ചിലപ്പോൾ അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് കയറി പോകും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ വീണ്ടും പറയുന്നു, ഇന്ന് ഇൻഡെക്സുകളുടെ എല്ലാം NSEയിലുള്ള എല്ലാ ഇൻഡെക്സുകളുടെയും എക്സ്പയറി ഡേ ആണ്. കൃത്യമായിട്ട് നോക്കുക. മാർക്കറ്റ് ചിലപ്പോൾ ഒരു വോളറ്റൈലിന് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.